ഫുൾ ഓൺ കഫേയിൽ നിന്ന് ഓണാക്കുന്ന നമ്മുടെ ഈ ട്രിപ്പ് നമ്മൾ പോകുന്നത് അതിരപ്പള്ളി മലയ്ക്കപ്പാറ വഴി വാൽപ്പാറ, പിന്നെ അവിടെ നിന്ന് പൊള്ളാച്ചി വഴി പാലക്കാട്. രാവിലെ 6 മണിയാകുന്നേ ഉള്ളൂ. വണ്ടിക്ക് ഡീസലും ടയറിന് എയറും ഒക്കെ അടിച്ച് വണ്ടി ഒന്ന് സെറ്റാക്കി പെട്ടെന്ന് പ്ലാൻ ചെയ്തിറങ്ങിയ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് ആലുവ അങ്കമാലി വഴി നമ്മുടെ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റൊക്കെ വരുന്ന ആ വഴിക്കാണ് നമ്മൾ പോകുന്നത്. അതിലേ നമുക്ക് അതിരപ്പള്ളി കയറിയിട്ട് അവിടെ നിന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ്. ഇതാണ് നമ്മുടെ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പേരൊക്കെ എഴുതി കൊടുക്കാനായിട്ട് ടോണിക്കുട്ടൻ പോയിട്ട് വരുന്നുണ്ട്. പണ്ടാരോ പറഞ്ഞ പോലെ എന്തൊരു മാറ്റമാണ് ഈ കേരളം മാറിയത്, ന്യൂയോർക്കിനേക്കാൾ നല്ല റോഡുകളാണല്ലോ ഇവിടുത്തേത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ചാലക്കുടി പുഴയാണ് ഈ ഒഴുകുന്നത്. ഇത് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഡൗൺ സ്ട്രീമാണ്. അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് ആനകൾ പല സമയത്തും ഇറങ്ങാറുണ്ട്. ഇവിടെ ഒത്തിരി ആനകളെ സ്പോട്ട് ചെയ്യുന്നതാണ്. ആനകളെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മളും വന്നത്, പക്ഷേ കാണാൻ പറ്റിയില്ല. പിന്നെ ടോണിക്കുട്ടൻ പറഞ്ഞത് അതിനകത്ത് മുതലൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ. ഇതിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലം അങ്ങോട്ട് പാസ് ചെയ്ത് നമ്മൾ സിൽവർ സ്റ്റോം ഒക്കെ കടന്ന് ചാലക്കുടി ആനമല റോഡ് എന്ന് പറഞ്ഞ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മളെത്തിയത് നേരത്തെ ആയതുകൊണ്ട് പാർക്കിങ്ങിനൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. റോഡ് സൈഡിൽ തന്നെ നിർത്തിയിട്ടു. പിന്നെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. ഒരു കാര്യം, നമ്മൾ നേരത്തെയാണ് അവിടെ എൻട്രൻസ് തുടങ്ങിയിട്ടില്ല. മറ്റൊന്ന്, നമുക്ക് യാത്ര കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ കയറി കാണുന്നില്ല. നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് പോകുന്നുള്ളൂ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമ്മൾ കാണുന്ന ആദ്യമായിട്ടല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നോക്കി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ കുറേ നേരം നിന്ന് പോകും. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇത്. ചാർപ്പ വെള്ളച്ചാട്ടം എന്ന് പറയും. അവിടെ കാണാനായിട്ട് ഇങ്ങനെ ഒരു മേളിക്കൊരു ഓവർ ബ്രിഡ്ജ് പോലൊരു സംഭവമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ പോയിൻ്റാണ്. വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും നമ്മുടെ പേരും നമ്പരും ഒക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. ഈ വനത്തിനകത്തോട്ടുള്ള ഡ്രൈവ് ഭയങ്കര രസമാണ്. ഇഷ്ടംപോലെ ആനകൾ ഇറങ്ങുന്ന വഴിയാണിത്. വരുന്ന വഴിക്ക് ആനയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു ഡ്രൈവാണ് ഈ വനത്തിനകത്തൂടെ ഉള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ശരിക്കും ബൈക്ക് റൈഡേഴ്സാണ് ഈ റൂട്ടിനെ ഫേമസ് ആക്കിയത്. അങ്ങനെ ബൈക്ക് റൈഡേഴ്സ് കുറേ വന്നങ്ങനെ ഫേമസ് ആയിട്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും തിരക്കായി മാറിയിരിക്കുന്നത്. അപ്പർ ഷോളയാർ ഡാമിൻ്റെ താഴ്വശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ആനയൊന്നും കണ്ടില്ലെങ്കിലും ഇവിടെ ആനയുണ്ട്, കടുവയുണ്ട്, മാനുണ്ട്, ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്. പക്ഷേ കോൺക്രീറ്റ് പണിതാണെന്ന് മാത്രം. ഇതാണ് ഷോളയാർ ഡാം. നമ്മൾ നേരത്തെ ഇതിൻ്റെ താഴ്വശത്തായിരുന്നു, ഇപ്പം നമ്മളതിൻ്റെ മുകളിലെത്തി. ഇതാണ് ഡാം സ്ട്രക്ചറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു അത്യാവശ്യം ഭംഗിയുള്ളൊരു ചെറിയ ഡാം. ഇതിൻ്റെ താഴെ ഒരു പാർക്ക് എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അത് അവിടെ ഇനി എന്തെങ്കിലും മെയിൻ്റനൻസ് ആണോ അതോ എന്താ സംഭവം എന്നറിയില്ല. അവിടെ കാര്യമായിട്ട് നമുക്കൊന്നും ഫീൽ ചെയ്തില്ല. എന്നാലും ഇതാണ് അവിടുത്തെ പാർക്ക്, ഒന്ന് കണ്ടിരിക്കാം.
ഞങ്ങൾ ശരിക്കും ദീപാവലിയുടെ തലേദിവസമാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അധികം തിരക്കൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് പോലെ വലിയ തിരക്കൊന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ഡാമിലെ മീൻ ഇങ്ങനെ ഇവരിവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് ഫ്രൈ ചെയ്തത് തരും. അപ്പോൾ അവിടെ നമ്മൾ വേഗം വിട്ടു. നമ്മുടെ ബാക്കി യാത്ര തുടരുവാണ്. ഈ ഡാമിൻ്റെ തീരത്തൂടെ തന്നെയാണ് ഈ കുറേ ദൂരം റോഡ്. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. അങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ വണ്ടി ഒതുക്കി ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ 2 പോലീസ് മാമന്മാർ വന്നിട്ട് ഞങ്ങളോട് വണ്ടി എടുത്ത് പോകണം, ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നേരത്തെ വണ്ടി നിർത്തി ഇറങ്ങിയ കുറച്ച് പേര് ഡാമിലൊക്കെ പോയി കുളിച്ച് ഡാമിലെ വെള്ളത്തിലൊക്കെ ഇറങ്ങി അങ്ങനെ നിൽക്കുകയാണ്. അവർ ഓടിച്ചുവിടാൻ വന്നതാണ് ഈ പോലീസുകാർ. അപ്പോൾ പിന്നെ നമ്മളവിടെ നിന്ന് അധികം സമയം കളഞ്ഞില്ല. നമ്മൾ ബാക്കിയുള്ള യാത്ര അങ്ങോട്ട് തുടരുകയാണ്. ഒരു സൈഡിൽ മുഴുവൻ തേയിലയും മറ്റേ സൈഡിൽ ഡാമിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇതിൽ വണ്ടി ഓടിച്ച് പോകാൻ. വലിയ വെയിലും മഴയും ഇല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു ഇത്ര നേരം. പക്ഷേ പിന്നീട് കുറച്ചങ്ങോട്ട് വന്നപ്പോൾ വാൽപ്പാറ അടുത്തൊക്കെ ആകാറായപ്പോൾ മഴ തുടങ്ങി. ചെറുതായിട്ട് തുടങ്ങി വന്ന മഴ പിന്നീട് വലിയ മഴയായിട്ടും മാറി. ഇടയ്ക്കൊന്ന് മഴ മാറി. അപ്പം നമ്മളിങ്ങനെ 2 സൈഡിലും തേയിലക്കാടിന് ഇടയിൽ കൂടെയുള്ള റോഡിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാൽപ്പാറ എത്താറായി. ഇത് വാൽപ്പാറയാണ്. വാൽപ്പാറ എത്താറായി. ഇവിടെ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി മഴ പെയ്യാണ് വാൽപ്പാറയിൽ. അതുകൊണ്ട് അവിടെ നിന്ന് അധികം സമയം കളഞ്ഞില്ല. പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പൊള്ളാച്ചി റൂട്ടിലേക്ക് ഇറങ്ങി. ഇത് ആനമല ടൈഗർ റിസർവിൻ്റെ വഴിയാണ് ഈ പൊള്ളാച്ചി വാൽപ്പാറ റോഡ്. നല്ല മഴയാണ് പെയ്യുന്നത്. എന്നാലും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാലും മനസ്സിലാവും ഇത് വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഒരു മൂന്നാറിൻ്റെ ഒരു മിനിയേച്ചർ അങ്ങനെയുള്ളൊരു ഭംഗി കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ മൂന്നാറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മൂന്നാർ അടിപൊളിയാണ്. വാൽപ്പാറ അത്രയും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായത്തിലില്ല. നല്ല മഴയുള്ള സമയത്ത് ഈ ഫോറസ്റ്റ് റൂട്ടിൽ ബ്ലോക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണമല്ലോ ഒരു ഭാഗ്യം. അങ്ങനെ വീണ്ടും മഴയത്ത് യാത്ര തുടർന്നു. നമ്മൾ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ മഴയൊന്ന് ഒതുങ്ങി. ആ സമയത്ത് നമ്മളൊരു വ്യൂ പോയിൻറ്റും കണ്ടു. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ്. ഈ റൂട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഹെയർപിൻ വളമൊക്കെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ മലയുടെ താഴെയായിട്ട് ഇങ്ങനെ മനോഹരമായിട്ട് കിടക്കുന്ന ആലിയാർ ഡാമിൻ്റെ ഈ വ്യൂ. ഇതാണ് ആലിയാർ ഡാം. അങ്ങനെ വീണ്ടും ഈ ഹെയർ പിന്നെല്ലാം ഇറങ്ങി, മൊത്തം 40 ഹെയർ പിന്നാണ് ഉള്ളത്. അതെല്ലാം ഇറങ്ങി ഇങ്ങനെ താഴെ എത്തുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട്. ഇവിടെയാണ് മങ്കി ഫോൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം. കവിയരുവി വാട്ടർഫോൾസ് എന്ന വേറൊരു പേരും കൂടെ ഉണ്ട്.
ഇവിടെ ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റിന്. ഈ 50 രൂപയുടെ ടിക്കറ്റും കൊടുത്തിട്ട് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ കയറി പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് മങ്കി ഫോൾസ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. ഇതിൻ്റെ അടിയിൽ നിന്ന് കുളിക്കാം എന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇതിന് 50 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് ഇത്രയും ആൾക്കാർ കാണാൻ വരുന്നത്. അതല്ലാതെ മലയാളികളെ ഇത് എക്സൈറ്റ് ചെയ്യിക്കുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്തായാലും രസമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും പൊള്ളാച്ചി റൂട്ടിൽ യാത്ര തുടർന്നിങ്ങനെ പോകുമ്പോൾ ഇയാളെ കണ്ടു. അങ്ങനെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ എൻട്രി ചെക്ക് പോസ്റ്റ്, അതായത് താഴത്തെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ തമിഴ്നാടിൻ്റെ നിരപ്പായ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ആസ് യൂഷ്വൽ കൃഷിയാണ്. തമിഴ്നാട്ടിലെ ഏത് നാട്ടിൽ പോയാലും കാണാൻ പറ്റുന്ന പോലെയുള്ള ഭൂപ്രതലം. നമ്മുടെ കമ്പം തേനി റൂട്ടിൻ്റെ അത്രയും വിശാലമായിട്ടുള്ള കൃഷിയിടങ്ങളൊന്നും ഇവിടെ കാണാനില്ലെങ്കിലും ഇവിടെയും കൂടുതലും കൃഷി തന്നെയാണ് രണ്ട് സൈഡിലുള്ളത്. അങ്ങനെ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് പാലക്കാട് ലക്ഷ്യമാക്കി. ഇതിനിടയ്ക്കെല്ലാം മഴ പെയ്യുകയും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരെ ഇരുട്ടിയതിന് ശേഷമാണ് നമ്മൾ പാലക്കാട് എത്തുന്നത്. നേരെ വന്ന് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഒരു റൂം എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രഷായി കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ പെരുമഴ. അങ്ങനെ ആ മഴയത്ത് നമ്മുടെ അൽത്താസയിൽ പോയി കുറച്ച് ഷവർമയൊക്കെ കഴിച്ച് ഞങ്ങൾ സെറ്റായിട്ട് റൂമിലേക്ക് വന്നു. അടിപൊളി മഴ പെയ്യാണ്. അപ്പോൾ പോയി കിടന്നുറങ്ങട്ടെ. ബായ്.